ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ എക്സ്പെറൻസ് ആൻഡ് പവേഴ്സിലെ നമ്മൾ 2 ലോസ് പഠിച്ചല്ലേ? ലോസ് ഓഫ് എക്സ്പെറൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അതിന്റെ ആൻസർ എന്നാ? എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിലോ എ റേസ് ടു എം മൈനസ് എൻ, വേർ ബേസസ് ആർ സെയിം. ബേസ് സെയിം ആയിരുന്നു. ഇനി നമ്മൾ 3rd ലോ ആണ് പഠിക്കാൻ പോകുന്നത്. പവർ ഓഫ് പവർ ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാവേ. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്താണെങ്കിൽ 2 റേസ് ടു 3, അതിന്റെ മേളിൽ പവർ 2 ഇട്ടിരിക്കും. ഇതെങ്ങനെ വായിക്കുന്നതെന്ന് അറിയാമോ? 2 റേസ് ടു 3, ഇത് നമ്മൾ 2 ക്യൂബ് എന്ന് പറയും അല്ലേ? ഇപ്പൊ ഞാൻ 2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 2. മനസ്സിലായോ? പവറിന്റെ പവർ പറയുന്നത് എങ്ങനെയാണ്? 2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 2. അപ്പൊ ഇതെങ്ങനെ പറയും? 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 4, 7 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 10. അടുത്തത് എ റേസ് ടു 2 ദ ഹോൾ റേസ് ടു 3. ഇനി നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാവേ. ഇത് നോക്കിയേ, 2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 എത്ര പ്രാവശ്യം ഉണ്ടെന്ന്? 2 ടൈംസ് ഉണ്ടെന്ന് അർത്ഥം അല്ലേ? പവർ ഇവിടെ 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 3 ടൈംസ് ഉണ്ടെന്നും, അതേ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഈ 2 റേസ് ടു 3 2 ടൈംസ് ഉണ്ടെന്നും. അപ്പൊ ഞാൻ അങ്ങനെ എഴുതാൻ പോവാണേ. 2 റേസ് ടു 3 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. ആണോ? ഇപ്പൊ നമ്മുടെ ഏത് ഫോർമുല വന്നു? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഫസ്റ്റ് ലോയാ വന്നേ. അപ്പൊ നമ്മൾ എന്താ എഴുതും? എ റേസ് ടു എം പ്ലസ് എൻ. ഇപ്പൊ ഇവിടെ എഴുതും കേട്ടോ, ബേസ് സെയിം ആണല്ലോ. 2 റേസ് ടു 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 2 റേസ് ടു 6 എന്ന്. നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെയാണോ എന്ന് നോക്കിയാലോ? എക്സാമ്പിൾസ്. രണ്ടാമത് നോക്കിയേ, 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 2 4 ടൈംസ് ഉണ്ട്. അത് ഞാൻ എഴുതുവാണേ. 3 റേസ് ടു 2 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 2 അല്ലേ? ബേസ് എല്ലാം സെയിം ആണ്. അപ്പൊ ഇത് നമ്മുടെ ഫോർമുല സെയിം തന്നെയാണ്. ഫസ്റ്റ് ലോ ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ആണല്ലോ? ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യണം. അപ്പൊ 3 റേസ് ടു, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. പവർ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല. ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിന്റെ ഫോർമുല തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്നാ എഴുതാം? 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. എത്ര 2 ഉണ്ട്? 4 ടൈംസ് 4 ഉണ്ട്. അപ്പൊ 3 റേസ് ടു 4 6 8 3 റേസ് ടു 8 എന്നാണ് അതിന്റെ ആൻസർ വന്നത്. അപ്പൊ എത്രയായിരിക്കും? 7 റേസ് ടു 2 10 ടൈംസ് ഉണ്ടെന്ന്. അതവിടെ നിൽക്കട്ടെ. നമുക്കത് ഞാനിപ്പോൾ 10 ടൈംസ് എഴുതുന്നില്ല. ഇതൊന്ന് നോക്കിയേ, എ റേസ് ടു 2 ദ ഹോൾ റേസ് ടു 3. അപ്പൊ അതെങ്ങനെ എഴുതാം? എ റേസ് ടു 2 എത്ര തവണയുണ്ട്? 3 ടൈംസ്. എ റേസ് ടു 2 ഇൻറ്റു എ റേസ് ടു 2 ഇൻറ്റു എ റേസ് ടു 2. അതെന്ന് പറഞ്ഞാൽ എന്നാ? എ റേസ് ടു എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. 2 പ്ലസ് 2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 6 എന്ന് കിട്ടി. കണ്ടോ? ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് 2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 2 എന്ന് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്നാ കിട്ടി? 2 റേസ് ടു 6 കിട്ടി. അപ്പൊ ഇത് നോക്കിയേ, ഈ രണ്ടെണ്ണം കൂടെ ഇൻറ്റു ചെയ്താൽ, ഈ പവറും കൂടി ഇൻറ്റു ചെയ്താൽ 3, ഇവിടെ പവേഴ്സ് ഏതൊക്കെയാണ്? ഇതിന്റെ പവർ 3ഉം ഇതിന്റെ പവർ 2 ആണ്. ഇത് രണ്ടും കൂടി ഇൻറ്റു 3 ഇൻറ്റു 2 എത്ര വരും? 6 വന്നില്ലേ? അപ്പൊ നമുക്ക് ഇത്രയും കിടന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനുള്ള പരിപാടിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ തേർഡ്. ഇവിടെ ആണെങ്കിലും കണ്ടോ, 4 ഇൻറ്റു 2 8. ഇവിടെ കണ്ടോ, 3 ഇൻറ്റു 2 6. കണ്ടില്ലേ? വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുവോ? ഈ പവറിന്റെ മേളിൽ പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് എഴുതുവോ? കുത്തിയിരുന്ന് എഴുതുവോ? ഇല്ല. നമുക്ക് അതിന് ഫോർമുല ഉണ്ട്. 3rd ലോ ആണ്. അതാണ് ഞാനിപ്പോ എഴുതാൻ പോകുന്നത്. നമ്മുടെ ലോസ് ഒക്കെ അന്നേരം പഠിച്ചു പോവാണ്. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ. എം എൻ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം? ഇൻറ്റു അർത്ഥം. എം ഇൻറ്റു എൻ എന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? പഠിച്ചല്ലോ. ഇവിടെ പഠിച്ച് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇതുണ്ടോ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. അപ്പൊ 2 റേസ് ടു എന്നാ എഴുതും? ബേസ് തന്നെ കേട്ടോ. പവർ നമ്മൾ ഇൻറ്റു ചെയ്യും. 3 ഇൻറ്റു 2. അപ്പൊ എത്ര വരും? 2 റേസ് ടു 6. അടുത്തെന്നാ പറഞ്ഞേ? 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 4. അപ്പം 3 റേസ് ടു പവേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്തു. 3 റേസ് ടു 8. എളുപ്പമല്ലേ? അതിന് നമുക്ക് നമ്മുടെ ഇത് ചെയ്യാം. ഞാൻ മുമ്പേ റൗണ്ടിൽ ഇട്ട സാധനം ഏതാണ്? 7 റേസ് ടു 2 ദ ഹോൾ റേസ് ടു 10. ഇപ്പം എന്നെ എഴുതും
7 raised to 2 into 10, that is 7 raised to 20. ഞാൻ മുമ്പേ ചെയ്യാൻ ഞാൻ അറിയാമോ, വെറുതെ 10 പ്രാവശ്യം ഇരുന്ന് എഴുതണ്ടേ, അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരുമല്ലേ നമ്മൾ. ഓക്കെ, അപ്പൊ ഇത് എത്രയായിരിക്കും? a raised to 2 the whole raised to 3 എത്രയാണ്? a raised to 2 into 3 is equal to a raised to 6. എളുപ്പമല്ലേ മക്കളെ? കണ്ടോ, ഇതാണ് നമ്മുടെ തേർഡ് ലോ ആണ്. തേർഡ് ലോ എന്താണ്? a raised to m the whole raised to n is equal to a raised to m into n. അങ്ങനെയാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ ചെയ്താലോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓരോ ലോസ് പഠിക്കുക, അതിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്യുക. ഇനി ലാസ്റ്റ് ഇതിന്റെ എല്ലാം കൂടെ മിസ്സേജ് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയിടാം, നിങ്ങൾ ആദ്യം തന്നെ ആൻസർ എഴുതിക്കോ, അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം എഴുതിയ ആൻസർ ശരിയാണോ. 7 raised to 50 the whole raised to 2, 5 raised to 3 the whole raised to. അപ്പൊ എപ്പോഴും പവറിന്റെ മേളിൽ പവർ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ വിചാരിച്ചോണം നമ്മുടെ തേർഡ് ലോ ആണ്. a raised to m the whole raised to n is equal to a raised to mn, m into n. പഠിച്ചില്ലേ ഇപ്പൊ നിങ്ങൾ? ഇത് നോക്കിയേ, അപ്പൊ എന്നാ വരും? 6 raised to 2 into 4. ഒന്ന് ബ്രാക്കറ്റ് ഇട്ടേക്കണേ. 6 raised to 8. ശരിയായിരുന്നോ നിങ്ങൾ ചെയ്തേ? ഓക്കെ, അടുത്തത് 2 raised to 2 into 100, that is 2 raised to 200. ശരിയല്ലേ? അടുത്ത 7 raised to 50 into 2, that is equal to 7 raised to 100. ഇത് എത്രയാണ്? 5 raised to 3 into 7, that is equal to 5 raised to 21. എളുപ്പമല്ലേ മക്കളെ? പവറിന്റെ പവറായിട്ട് വന്നാൽ നമ്മുടെ തേർഡ് ലോ എന്ന് പറഞ്ഞ തേർഡ് ലോ a raised to m the whole raised to n is equal to a raised to mn. അപ്പം 3 ലോസ് നമ്മൾ പഠിച്ചു. എല്ലാവരും ചെയ്യണം. ഓക്കെ, താങ്ക് യു.